Good morning. Cash flow statement preparation indirect method where problem then XYZ Limited comparative balance sheet the following are the comparative balance sheet of XYZ Limited as on 31st December 2018 and 2019 and the balance sheet liability side share capital shares of ₹10 each നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എമൗണ്ട് കൂടെ നോക്കിയാൽ മതി, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ ഏത് ആക്ടിവിറ്റി ആണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി ആണല്ലേ. അപ്പൊ ഷെയർ ക്യാപിറ്റൽ ഇവിടെ നോക്കുക, 3,50,000 ഉണ്ട്, 3,70,000 ഉണ്ട്. ഇൻക്രീസ് ആണല്ലേ. ഇൻക്രീസ് ആണെങ്കിൽ അതെന്താണ്? ഇഷ്യൂ ആണ്, അറിയാവുന്നതാണല്ലോ. നെക്സ്റ്റ് ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡിലെ ഫസ്റ്റ് നമ്മൾ എഴുതാം, നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ എഴുതാം. അപ്പോൾ ആ രണ്ട് എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് 52,800 മൈനസ് 50,400 തമ്മിൽ മൈനസ് ചെയ്യാം. പിന്നെ ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട് 9% ഡിബഞ്ചേഴ്സ്. നമുക്ക് എമൗണ്ട് നോക്കിയാൽ മതി. 60,000 ഉള്ളത് 30,000 ആയത് ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഡിക്രീസ് ആണെങ്കിൽ ഡിബഞ്ചേഴ്സ് റിഡംഷൻ ആണ് നടന്നിരിക്കുന്നത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് നമുക്കറിയാം. ദെൻ അതിന്റെ എമൗണ്ട് കാണിക്കുമ്പോൾ ബ്രാക്കറ്റിൽ കാണിക്കണം, റീപേയ്മെന്റ് ആയതുകൊണ്ട്. ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ആയിട്ടാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് 51,600 and 59,200. ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം കറന്റ് ലയബിലിറ്റി ആണ്. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ നോക്കും. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇവിടെ ഇൻക്രീസ് ആണ്. കറന്റ് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് കറന്റ് ലയബിലിറ്റീസ് ആയതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ഇൻഫ്ലോ അല്ലെ നമുക്ക് ക്രെഡിറ്റേഴ്സ് കാണിക്കാം. ഇനി അസറ്റ് സൈഡിലെ ലാൻഡ് ഉണ്ട്. ലാൻഡിന്റെ എമൗണ്ട് 1 lakh ഉണ്ട്, 1,50,000 ഉണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം ഇത് എത്രയാണ്? 50,000 രൂപ പർച്ചേസ് ആണെന്ന് നമുക്കൊക്കെ നോക്കിയാൽ അറിയാം. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്തോ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയുമ്പോൾ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ, ഇവിടെ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് നോക്കുക. സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്, ക്യാഷ് ആൻഡ് ബാങ്ക് കറണ്ട് അസറ്റ് ആണ്. ദെൻ ഇത്രയാണ് അവിടുത്തെ കറണ്ട് അസറ്റ്സ് ഉള്ളത്. ഓക്കെ, അപ്പോ കറണ്ട് അസറ്റ്സ് ദെൻ എമൗണ്ട് എടുക്കുമ്പോൾ കറണ്ട് അസറ്റ്സിന്റെ എമൗണ്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓക്കെ, ലാൻഡിൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് നോക്കാം. സ്റ്റോക്ക്, ക്യാഷ് ആൻഡ് ബാങ്ക്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെ പേര് ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഞാനിവിടെ വേറെ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടെമ്പററി, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ്. ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ആണ്. സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഞാനിവിടെ TM മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വെറും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് കാണിക്കുക. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വേണം നമ്മളത് കാണിക്കാനായിട്ട്. പക്ഷേ ഇത് ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാരണം ടെമ്പററി ആണ്, ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. ദെൻ അതെന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. ഈ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹാൻസ് ക്യാഷ് ഈക്വലന്റ്. നമ്മൾ ക്യാഷ് എടുക്കണ പോലെ തന്നെ ഈ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ക്യാഷ് നമ്മൾ എങ്ങനെയാണോ എടുക്കുക അതേപോലെ തന്നെയാണ് ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് എടുക്കുക. അതായത് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലെ നമ്മള് നെറ്റ് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞ എമൗണ്ട് കാണിക്കില്ലേ, ആ എമൗണ്ട് കാണിക്കുമ്പോൾ സാധാരണ നമ്മൾ ക്യാഷിന്റെ എമൗണ്ട് 42 അല്ലേ, ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 42,000 രൂപയല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കാരണം ഈ 42,000 പ്ലസ് 3,000 45,000 കാണിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ആൻസർ നമ്മുടെ ഇപ്പം ഈ ക്യാഷ് ഫ്ലോ വരച്ച് നമുക്ക് ആൻസർ വരുന്നത് 35,000 അല്ല വരിക. ഈ 35,000ന്റെ കൂടെ ഈ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ക്ലോസിംഗ് ബാലൻസും കൂടി നോക്കണം. 39,000 ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നുണ്ടാവുക ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ലാൻഡ്. അപ്പൊ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് കൂടെ നോക്കാം. അപ്പൊ ക്യാഷും ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ എടുക്കണ്ട. സ്റ്റോക്കിന്റെ എമൗണ്ട് ലാൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഫിക്സ്ഡ് അസറ്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോക്കിന്റെ കാര്യം എമൗണ്ട് കുറയാണ് ചെയ്തത് അല്ലെ. കറണ്ട് അസറ്റ് കുറയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്യാഷിന്റെ കൂടെ ലാസ്റ്റ് ആണ് നമ്മൾ ഇതിൽ രണ്ട് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യും. ഇനി ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്.
ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടുകയാണെങ്കിൽ, എമൗണ്ട് കൂടുകയാണെങ്കിൽ, കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയാത്ത ഐറ്റംസ് ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഗുഡ് വില്ലിന്റെ എമൗണ്ട് നമ്മൾ നോക്കുക, ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയർ കുറവാണെങ്കിൽ നമ്മൾ പറയാം ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഓക്കെ, ഗുഡ് വില്ലിന്റെ എമൗണ്ട് സാധാരണ ഗുഡ് വില്ലിന്റെ എമൗണ്ട് ഓരോ വർഷം കഴിയുന്തോറും കൂടല്ലേ വേണ്ടത്. അവിടെ ഗുഡ് വില്ലിന്റെ എമൗണ്ട് കുറയാണ് ചെയ്തത്. അപ്പൊ എന്താണ്? ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആണ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. ദെൻ അത് കൂടാണ്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട്, അതർ പർട്ടിക്കുലേഴ്സ് പ്രൊവൈഡ് ടു യു ആർ dividends declared and paid during the year ₹17,500. ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത് 17,500 ആണ് ആ വർഷം കൊടുത്തിരിക്കുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് നമുക്ക് രണ്ട് സ്ഥലത്ത് കാണിക്കണം. ഒന്ന് എവിടെ കാണിക്കുന്നത്? നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ നമ്മൾ കാണിക്കും. കാരണം അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫോൾ എഫക്റ്റ് ആണല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ അനദർ നമ്മൾ എവിടെ കാണിക്കും? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണിക്കും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കുക, നമ്പർ ബി, land was revalued during the year at ₹1,50,000. അപ്പൊ ഇതാണ് ഞാൻ പറയാനുണ്ടായിരുന്നത്. ലാൻഡ് കണ്ടപ്പോൾ നമുക്ക് തോന്നി ആദ്യത്തെ വർഷം 1 lakh ഉണ്ടായിരുന്നു, നെക്സ്റ്റ് ഇയർ ആയപ്പോൾ 1,50,000 ആയി. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം പർച്ചേസ് ആണ് പറഞ്ഞത്. പക്ഷെ ഇവര് പറയാണ് ഇത് പർച്ചേസ് നടന്നിട്ടല്ല 1.5 ലക്ഷം ആയത്. ആ ലാൻഡ് ഒന്ന് റീവാല്യൂ ചെയ്തു. അതായത് ഇപ്പൊ ലാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഓരോ ദിവസം കഴിയുന്തോറും സ്ഥലങ്ങളിലൊക്കെ വില കൂടി വരികയാണ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ സംഭവം പറഞ്ഞ കാരണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പർച്ചേസിലെടുക്കുക, അവിടെ റീവാല്യൂ ചെയ്തപ്പോഴാണ് 1.5 ലക്ഷം രൂപയായത്. അതായത് പുതുതായിട്ട് വാങ്ങിയിട്ടില്ല, സെയിൽ നടന്നിട്ടില്ല, ജസ്റ്റ് അതിന്റെ വാല്യൂ അവർ നോക്കി നോക്കുമ്പോൾ ഇന്നത്തെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് അവർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ലാൻഡിന്റെ ഈ കേസ് നമുക്ക് പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയാൻ പറ്റില്ല. റീവാല്യൂ ചെയ്തത് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആ സെന്റൻസ് പറഞ്ഞ കാരണം നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രോഫിറ്റ് ഓൺ പിന്നെ പറയുന്നത് ആൻഡ് ദ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഇത് ചെയ്തപ്പോ റീവാല്യൂ ചെയ്തപ്പോ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്? 1 ലക്ഷം രൂപയുടെ ലാൻഡിന് 1 ലക്ഷം രൂപയുടെ ലാൻഡിന് 1.5 എന്ന് പറയുമ്പോൾ 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. ഈ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ നമ്മൾ എവിടെ കാണിക്കുന്നറിയോ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ഒക്കെ നമ്മൾ കാണിക്കുക. ലെസ് നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് കാണിക്കില്ലേ? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ 50,000 രൂപ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പകരം പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, 3 അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡിവിഡൻഡിന്റെ കാര്യം പറഞ്ഞു, ലാൻഡ് റീവാല്യൂ ചെയ്ത് പറഞ്ഞു. ആ ലാൻഡ് റീവാല്യൂ ചെയ്തപ്പോഴുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മളോട് പറയുകയാണ് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അണ്ട് ഡയറക്റ്റ് മെത്തേഡ് ആണോ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. നമുക്കിവിടെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. കാരണം ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാനുള്ള ഫോർമാറ്റ് അല്ല. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യണമെങ്കിൽ അപ്പം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവണം. കാരണം സെയിൽസിന്റെ എമൗണ്ടും പർച്ചേസിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് മാത്രം തരികയാണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ചെയ്താൻ വേണ്ടി നമ്മളൊരു ഇവിടെ ഒരു കാര്യമുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അക്കൗണ്ട് വരയ്ക്കുന്നത് പറയാറുണ്ട്. ഓക്കെ, ഒരു ഡിവിഡൻഡിന്റെ കാര്യത്തില് ഡിവിഡൻഡ് അക്കൗണ്ട് വരയ്ക്കണോ? ഡിവിഡൻഡ് അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ഓപ്പണിംഗ് എമൗണ്ടും ക്ലോസിംഗ് എമൗണ്ടും ഉണ്ടെങ്കിൽ, ബാലൻസ് ഷീറ്റിൽ ഡിവിഡൻഡ് എന്നുള്ള ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കണമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഡിവിഡൻഡ് അക്കൗണ്ട് വരയ്ക്കേണ്ട. ഇപ്പൊ ലാൻഡ് റീവാല്യൂ ചെയ്തിട്ടുള്ളത്, ലാൻഡിന്റെ കാര്യം നമുക്ക് കൊട്ടത്തോടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇത് കൂടിയത് ഇതുകൊണ്ടാണെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഇയർ എൻഡഡ് ലാസ്റ്റ് എന്ന വർഷമാണ് നമ്മൾ കാണിക്കുക 31 December 2019. 3 ഹെഡ് ആണ് അല്ലെ. അവിടെ ഫസ്റ്റ് ആയിട്ട് എന്താ കാണിക്കുക? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. then ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് നമ്മൾ കാണിക്കും നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് എവിടെ നിന്ന് കിട്ടിയ? ബാലൻസ് ഷീറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2 എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. 50,400 52,800. ആ 2 എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 2,400 നെറ്റ് പ്രോഫിറ്റ്. ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്കറിയാം ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ട്രാൻസ്ഫർ ടു റിസർവ്. ഇവിടെ റിസർവ് ഇല്ല, ഡിപ്രീസിയേഷൻ ഇല്ല, ഇവിടെ ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ എമൗണ്ട് ഫസ്റ്റ് ഇയർ 50,000 ആയിരുന്നു.
നെക്സ്റ്റ് ഇയർ ആയപ്പോൾ 25,000 ആയി. ആ രണ്ട് എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 50 മൈനസ് 25,000 അതാണ് നമ്മളിവിടെ കാണിക്കുക ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 25,000. പിന്നെ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേറെ നമ്മുടെ ഫോർമാറ്റിൽ പഠിച്ചിട്ടുള്ള ഐറ്റംസ് ഒന്നും വേറെ ഇല്ല. അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിവിഡൻഡ് നമുക്ക് കാണിക്കാം. ഡിവിഡൻഡ് എമൗണ്ട് 17,500. വേറെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒന്നുമില്ല. ദെൻ ഇത് രണ്ട് നമ്മൾ ആഡ് ചെയ്യാം. നമുക്ക് കിട്ടും 42,500 കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഔട്ടർ കോളത്തിലെ രണ്ട് എമൗണ്ട് ഉണ്ട്. ഒരു 2,400 ഉണ്ട്, അതുപോലെ തന്നെ 2,400 ഉണ്ട്. ദെൻ നമുക്ക് കിട്ടി 42,500 ഉണ്ട്. രണ്ട് എമൗണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 44,900. ഇനി നമുക്ക് നെക്സ്റ്റ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യാം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിലെ ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല. ബട്ട് ഇവിടെ ഒരാളുണ്ട് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ലാൻഡ്. ലാൻഡ് റീവാലുവേഷൻ ചെയ്തപ്പോ നമുക്ക് എത്ര രൂപ ലാൻഡ് റീവാലുവേഷൻ ഇപ്പൊ പ്രോഫിറ്റ് കിട്ടിയത്? 50,000. കാരണം 1 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ലാൻഡിന് ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ 1,50,000 ആണ്. അപ്പോൾ 50,000. ദെൻ ഈ രണ്ട് എമൗണ്ടും നമ്മൾ ആഡ് ചെയ്യാം. ഈ രണ്ട് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഇവിടെ ഞാൻ ഈ 50,000 ബ്രാക്കറ്റ് കൊടുക്കാനുള്ള കാരണം ഇവിടെ ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാനുള്ള കാരണം, ലെസ് ചെയ്യാളായിട്ടായതുകൊണ്ടാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ചെയ്യുമ്പോൾ എന്താണ്ടാവുക? വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് ചിഹ്നം. 50,000 44,900 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 5,100. വലിയ സംഖ്യയ്ക്ക് ഇവിടെ ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ആൻസറിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. ഈ എമൗണ്ടിന് നമ്മൾ പറഞ്ഞ പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇൻഫ്ലോസ് ആഡ് ചെയ്യും. ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാല് കറണ്ട് അസറ്റ് കുറഞ്ഞാലും കറണ്ട് ലയബിലിറ്റീസ് കൂടിയാലും. ഇവിടെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് 51,600 ഉള്ളത് 59,200 ആയിട്ടുണ്ട്. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് എഴുതാം ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യാലോ. ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്. എത്രയാണ് ഡിഫറൻസ്? 7,600. അതേപോലെ അസറ്റ് സൈഡിലെ ഒരു ഡെപ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോക്കും ഉണ്ട്. ഡെപ്റ്റേഴ്സ് കൂടുക ചെയ്തേ, അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റോക്ക് 2,46,000 ഉള്ളത് 2,13,500 ആയിട്ടുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം? 32,500. ഡിക്രീസ് ഇൻ സ്റ്റോക്ക് 32,500. ഈ രണ്ട് എമൗണ്ടും ആഡ് ചെയ്യാം. നമുക്ക് കിട്ടും 40,100. ദെൻ നമ്മുടെ ഔട്ടർ കോളത്തിലെ ഒരു നെഗറ്റീവ് 5,100 ഉണ്ട്, ഒരു 40,100 ഉണ്ട്. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലുന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം. 40 നിന്ന് 5 100 പോയാൽ 35,000. വലിയ സംഖ്യക്ക് ബ്രാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലെസ് ഔട്ട്ഫ്ലോസ്. ഏത് ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റീസ് കുറഞ്ഞാലും കറണ്ട് അസറ്റ് കൂടിയാലും. അവിടെ ഏത് കറണ്ട് അസറ്റ് കൂടിയത്? ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ക്വസ്റ്റനിൽ നോക്കുക. 71,000 ചേഞ്ച് ഇൻടു 84,500 ആയി. അപ്പോ ആ ചേഞ്ചസ് എത്രയാണോ ആ ചേഞ്ചസ് വേണം നമുക്ക് അവിടെ കാണിക്കാനായിട്ട്. ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് 13,500. വേറെ ആരും നമുക്കിവിടെ ഔട്ട്ഫ്ലോ ലെസ് ചെയ്യാല്ല. അപ്പൊ ഒറ്റ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ ഈ എമൗണ്ട് ഇവിടേക്ക് എഴുതി, ഔട്ടർ കോളത്തേക്ക് എഴുതി. ഓക്കെ, ദെൻ ഇത് ബ്രാക്കറ്റിൽ മൈനസ് ചെയ്യാൾ ലെസ് ഔട്ട്ഫ്ലോ എന്നല്ലേ, മൈനസ് ചെയ്യാളായിട്ട് ആയതുകൊണ്ടാണ് ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുക്കാനുള്ള കാരണം. ഇപ്പൊ 35,000 നിന്ന് 13,500 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 21,500 കിട്ടും. ഇതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ദെൻ നമുക്ക് ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സിന് എമൗണ്ട് മൈനസ് ചെയ്യണം. അതായത് ഇൻകം ടാക്സിന് എമൗണ്ട് ക്വസ്റ്റനിൽ തന്നിട്ടില്ല, എന്നാലും ഫോർമാറ്റ് അല്ലേ, ഞാനവിടെ വെറുതെ ഒരു നീൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് വീണ്ടും മൈനസ് ചെയ്യുമ്പോൾ 21,500 കിട്ടും. ഈ എമൗണ്ട് ആണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്പർ 1. അപ്പോൾ നെറ്റ് ക്യാഷ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, 21,500 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണിക്കുക പർച്ചേസ് ഓഫ് അസെറ്റ്, സെയിൽ ഓഫ് അസെറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ക്വസ്റ്റ്യനിലെ ഒരു ലാൻഡ് മാത്രമാണ് ഫിക്സ് അസറ്റ് ആയിട്ടുള്ളത്. ഗുഡ് വില്ല് പിന്നെ നമുക്ക് അറിയാലോ എവിടെ കാണിക്കാന്ന്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യാലോ ചെയ്യാം. അപ്പൊ ലാൻഡ് മാത്രമേ ഉള്ളൂ. ലാൻഡ് ആണെങ്കിൽ പർച്ചേസ് നടന്നിട്ടുമില്ല, അത് റീവാല്യൂ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. ആ ഇൻവെസ്റ്റ്മെന്റ് ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ആയ കാരണം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇവിടെ നോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോബ്ലം. നമുക്ക് എന്നിരുന്നാലും നമുക്ക് ഹെഡിങ് കൊടുക്കണം, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നേരെ നിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ എമൗണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ നിൽ എന്ന് കാണിക്കാം. ദെൻ തേർഡ് വൺ ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്.
ക്യാഷ് ഫ്ലോ ഫ്രം, അപ്പൊ ഈ ഒന്നാമത്തേത് നമ്മൾ ഡബിൾ ലൈൻ ഒക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, നമുക്ക് പെട്ടെന്ന് പറക്ക് ചെയ്താൻ വേണ്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരിക ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, റേസിംഗ് ഓഫ് ലോൺ ഫ്രം ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ റീപേയ്മെന്റ് ഓഫ് ലോൺ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഐറ്റംസ്. അപ്പൊ ഇവിടെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പമുള്ളതാണ്, ഫോർമാറ്റിൽ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ഇവിടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റലിലെ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3,50,000 ഉള്ളത് 3,70,000 ആയി. ഓക്കെ, അപ്പൊ എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട്? 20,000 ആണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. കൂടുതലല്ല ചെയ്തേ. ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ 20,000. എമൗണ്ട് കൂടുകയാണെങ്കിൽ, ഇൻക്രീസ് ആണെങ്കിൽ ഇഷ്യൂ ആണ്. ഇനി അവിടെ ഉള്ളത് ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് പ്രോഫിറ്റ് അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റിൽ കാണിച്ചു. ഒരു ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഡിബെഞ്ചേഴ്സിന്റെ എമൗണ്ട് 60,000 ചേഞ്ച് ഇൻടു 30,000 ആയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഡിക്രീസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? റിഡംഷൻ ആണ്, എമൗണ്ട് കൊടുത്തു എന്നാണ് അല്ലെ. റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എത്രയാണ്? 30,000. റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് 30,000 രൂപ. അപ്പൊ റിഡംഷൻ കാണിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കണം. അതേപോലെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഡൻഡ് പെയ്ഡ് 17,500 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട്ഫ്ലോ ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഫിഗറും 2 നെഗറ്റീവ് ഫിഗറും ആണുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ നെഗറ്റീവ് ഫിഗേഴ്സിനെ ആഡ് ചെയ്യാം. 47,500 വരും. അതിന് 20,000 മൈനസ് ചെയ്യുമ്പോൾ 27,500 വരും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 27,500. നമ്പർ 3. 2 ഉണ്ടാവാതിരുന്നത് 1 കൊടുത്തു, 2 ഉണ്ടാവാതിരുന്നത് നില്ല ആയതുകൊണ്ടാണ്. ദെൻ 3 ആണ് ആൻസർ ആണ് 27,500. ഡബിൾ ലൈൻ ഒക്കെ കൊടുത്തു വെച്ചു. നെക്സ്റ്റ് വൺ ആണ് നെറ്റ് ക്യാഷ്. നെറ്റ് ക്യാഷ് കാണാൻ ഇക്വേഷൻ ആണ് 1 + 2 + 3. 1 + 2 + 3. ദെൻ നമുക്ക് എത്ര വരും? 1 എന്ന് പറഞ്ഞാല് ഇവിടെ കാണുന്ന എമൗണ്ട് 21,500. കണ്ടോ? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. 2 പറഞ്ഞാല് 0, നില്ലിന് പകരം നമ്മൾ 0 കൊടുക്കുക. 3 പറഞ്ഞാല് ബ്രാക്കറ്റിലുള്ള 27,500. ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ആഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം ബ്രാക്കറ്റ് ഉള്ളതും ഒരെണ്ണം ബ്രാക്കറ്റ് ഇല്ലാത്തതും, വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. അപ്പൊ 6,000 വരും. കാരണം 27,500 21,500 മൈനസ് ചെയ്യുമ്പോൾ 6,000 ആണ് വരിക. 6,000 ബ്രാക്കറ്റിൽ കൊടുത്തു. കാരണം വലിയ സംഖ്യക്ക് ബ്രാക്കറ്റ് ഉണ്ടല്ലോ. add cash and cash equivalent at the beginning of the period. Cash and cash equivalent. ഈ cash and cash equivalent എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കാനുള്ളത്. മറ്റുള്ള പ്രോബ്ലത്തിന് ഡിഫറെന്റ് ആണ് ഈ പ്രോബ്ലം. കാരണം സാധാരണ നമ്മൾ എടുക്കുക ഈ 42,000 മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ ഈ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ്, വെറും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഈ 2 എമൗണ്ട് 42,000 + 3,000 ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വരും 42,000 + 3,000 45,000. ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് 45,000. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരും ദെൻ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ദെൻ 45,000 6,000 മൈനസ് ചെയ്യും 39,000 വരും. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് 39,000. വലിയ സംഖ്യക്ക് ബ്രാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ആൻസറിനും ബ്രാക്കറ്റ് വേണ്ട. ഇതാണ് നമ്മുടെ ആൻസർ. ക്യാഷ് ആൻഡ് ക്യാഷ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫൈനൽ ആൻസർ 39,000 ആണ്. കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ക്യാഷിന്റെ ഇത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ടെമ്പററി ഉള്ള കാരണം ഇവർ രണ്ടുപേരെ ആഡ് ചെയ്യുക. 35 + 4 39. അവിടെ കിട്ടിയ ആൻസർ 39 ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. സിമ്പിൾ പ്രോബ്ലം ആണ്. പക്ഷെ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഒന്ന് ആ റീവാലുവേഷൻ ഓഫ് അസറ്റ് ലാൻഡ് വന്നത് ഒന്ന്, രണ്ടാമത്തെ കാര്യം വന്നിരിക്കുന്നത് ആ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത്ര 2 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വേറെ ഡിഫറൻസുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു പ്രോബ്ലം ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.